മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാട്ടോ. വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഫുൾ വർക്കിംഗ് ഡേ അല്ല കേട്ടോ ഞാൻ കാണിക്കുന്നത്. രാവിലത്തെ എൻ്റെ റൊട്ടീൻസാണ് കാണിക്കുന്നത്. അതായത് ഞാൻ രാവിലെ എണീറ്റ് ഓഫീസിന് പോകുന്നതിന് തൊട്ട് മുന്നേ വരെ ഉള്ള ഒരു കുട്ടി ദിവസമാണ് കാണിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 6:45 7 മണിക്കകത്ത് വെച്ചിട്ട് ഞാൻ എണീക്കും. എണീറ്റ ഉടൻ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടിയതിന് ശേഷം ബ്രഷ് ചെയ്യാൻ പോകും. ബ്രഷ് ചെയ്ത് വന്ന ശേഷം ഞാൻ ജസ്റ്റ് കർട്ടനൊക്കെ ഒന്ന് മാറ്റി പുറത്തോട്ട് നോക്കിയിരുന്ന് കുറച്ച് വെള്ളം കുടിക്കും. ഇത് ഡെയിലി ഞാൻ ചെയ്യുന്ന കേട്ടോ. വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാ. പിന്നെ നേരെ അടുക്കളയിലോട്ട് തലേന്ന് ഞാൻ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, എരിശ്ശേരി, മീൻകറിയാണ്. നല്ല കോമ്പിനേഷനാ. എല്ലായിടത്തും എരിശ്ശേരി എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. എരിശ്ശേരി ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ടത് മത്തൻ അല്ലെങ്കിൽ ബിയണിയാണ്. ഇത് രണ്ടും അല്ലാണ്ട് തന്നെ ഒരുപാട് പേര് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്, കായൊക്കെ. പക്ഷെ ഞങ്ങൾ കൂടുതൽ കാ ആഡ് ചെയ്യാറില്ല. എനിക്ക് കൂടുതലും ബിയണിയുടെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. ഞാൻ എണീറ്റ് ചെല്ലുമ്പോഴേക്കും അമ്മ ഓൾറെഡി അടുക്കളയിൽ ഏകദേശം ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അമ്മ തന്നെ ചോറും മീൻകറിയൊക്കെ അമ്മ തന്നെ വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഷോർട്ട് വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ വന്നുകൊണ്ടിരുന്ന കമന്റ് ആണ്, ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, ഞാനും ഹസ്ബൻഡും ഒറ്റയ്ക്കാണോ താമസിക്കുന്നതെന്ന്. അല്ലാട്ടോ, ഞാൻ ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്നത്. ആ എടുത്ത ടൈമിൽ അന്ന് വീട്ടിലാരും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തത്. എരിശ്ശേരി വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ ഞാൻ എരിശ്ശേരി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. പയറ് നല്ല രീതിയിൽ കഴുകി കുക്കറിലിട്ട് അതുപോലെ തന്നെ മത്തനും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ശകലം ഉപ്പും കൂടി ഇട്ട് ഞാനൊരു 6-7 വിസിൽ കേൾപ്പിക്കാൻ വെക്കും കേട്ടോ. പിന്നെ മൊത്തം ക്ലീനിങ് പരിപാടിയായിരിക്കും കേട്ടോ. തലേന്ന് തന്നെ അവിടെയുള്ള ചട്ടിയും കലവും എല്ലാം കഴുകി വെക്കുമ്പോഴേക്കും ഏകദേശം ഒതുങ്ങി തന്നെ എനിക്ക് ഇരിക്കുക. എന്നാലും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റും. പയർ അവിടെ വേകുമ്പോഴേക്കും ഞാനിവിടെ തേങ്ങ തിരുവി അരപ്പിനുള്ളതെല്ലാം റെഡിയാക്കും. തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാണ് മെയിൻ ആയിട്ട് ഇടുക. അപ്പോഴേക്കും നമ്മുടെ പയറൂട്ടൻ നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ നല്ല രീതിയിൽ ഇളക്കി നല്ല പേസ്റ്റ് പോലെ ആക്കും. അതിനുശേഷം അരപ്പും കൂടി പുറത്ത് അടുപ്പിൽ വെക്കാണ്ട് പുറത്ത് എന്ന് വെച്ച് ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇതിൽ ഞാൻ കടുക് വറുക്കാറില്ല കേട്ടോ. ഇതിൽ ഞാൻ ശകലം എണ്ണ കൂടി വീട്ടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചെയ്യാറ്. പച്ചമണം മാറുമ്പോഴേക്കും എരിശ്ശേരി റെഡിയാവും. ഇപ്പൊ തന്നെ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ടാവും. ഞാൻ അപ്പോഴേക്കും കൈയും കാലും മുഖവും കഴുകി നേരെ മുത്തന്റെ അടുത്തോട്ട് പോകും. ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് മുത്തിനെ എണീപ്പിക്കുക എന്നുള്ളതാ. ഈ ഒരു വീഡിയോയിൽ ശരിക്കും ഞാൻ മുത്തിനെ എങ്ങനെ ദ്രോഹിച്ചാണല്ലോ ദൈവമേ എണീപ്പിക്കാറ് എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. വീഡിയോ കണ്ടപ്പോൾ ചെറുതായിട്ട് പാവം തോന്നിയെങ്കിലും കുഴപ്പമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണമല്ലോ. ഇനിയുള്ള എല്ലാ പണിയും മുത്തിനുള്ളതാണ്. ഞാനിവിടെ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് വിരിച്ച് റെഡിയാക്കുമ്പോഴേക്കും മുത്ത് പോയി പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി വരും. പിന്നെ വെറും ചായ ഇട്ട് കാപ്പി എല്ലാം കൊണ്ടുവന്ന് ഫുഡ് വാരി തരുന്ന എല്ലാം മുത്തായിരിക്കും. സാധാരണ മുത്താണ് ഫുഡ് എടുത്തോണ്ട് വരാറ്. പക്ഷെ ഇത്തവണ മുത്തിന് നേരത്തെ ജോലിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് ഞാനാണ് കേട്ടോ എടുത്തോണ്ട് കൊടുത്തത്. അതിനുശേഷം പോയി ചോറെല്ലാം ഇട്ട് വെച്ച് ചോറും കറികളും എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി ഇട്ട് വെക്കും. ഇതെല്ലാം നോർമലി മുത്ത് ചെയ്യും, ഇന്ന് ഞാനാണ് കേട്ടോ ചെയ്തതെല്ലാം. രാവിലെ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഫോണിലധികം കളിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് കഥയെ പറഞ്ഞൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുക. ഓഫീസിലെ കാര്യങ്ങൾ എനിക്കും പറയാനുണ്ടാവും, ഇതിലും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഫുഡ് കഴിക്കാനാണ് നമുക്ക് ടൈം പോവുക. എനിക്ക് 9:30 ഓഫീസിലെത്തണം. സോ ഇന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ് കഴിഞ്ഞത്. മുത്തിന് നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ മുത്തിനെ ഞാൻ ആദ്യം പറഞ്ഞു വിട്ടു, അതിനുശേഷം ഒരുങ്ങാന്ന് വിചാരിച്ചു. എനിക്ക് പണ്ട് മുതൽക്കേ പൂച്ചകളോട് ഒട്ടും താല്പര്യമില്ല. പൂച്ചകളെ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ. എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എല്ലാം മാറി. കാര്യം ഇവിടെ ഉള്ളവർക്ക് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 3 കുട്ടി പൂച്ചകളുണ്ട്. ഇതിൽ ഈ ഒരു പൂച്ചയോട് മാത്രം എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹം. എന്താണെന്നറിയില്ല, എനിക്കും അതെ. മുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചടപടേന്നായിരിക്കും. പെട്ടെന്നായിരിക്കും ഒരുങ്ങുന്നത്. ഓൾറെഡി മുത്ത് പാക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇനി എൻ്റെ ബാഗിലോട്ട് എടുത്ത് ഇട്ടാൽ മതി ഫുഡെല്ലാം. ഒരുങ്ങുന്നതിന് അധികം സമയമൊന്നും എടുക്കാറില്ല, പെട്ടെന്ന് തന്നെ കഴിയും. 8:45 ഒരുങ്ങാൻ കയറിയത്. 9 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പെട്ടെന്ന് തന്നെ പാക്കെല്ലാം ചെയ്ത് ഇറങ്ങിയ കാര്യം. അപ്പോഴേക്കും 9 മണി ആയായിരുന്നു. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോസ് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴാട്ടോ എനിക്ക് അതിന് ടൈം കിട്ടിയത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് മാത്രമല്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ ലവ് യു ആൻഡ് ബൈ.